ഈ വണ്ടിക്കകത്ത് സാധനം അവരോട് ഇറക്കുമായിരുന്നു. ഞാനാണെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് തരാം. എന്നിട്ട് ഈ വേറൊരു ലോറി എടുക്കണം, ആ സാധനം അവർ ഇറക്കിയില്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതപ്പാലത്താണ്. കൈതപ്പാലത്ത് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് NSSൻ്റെ കരയോഗമന്ദിരാണ്. ഇത് ഓഡിറ്റോറിയമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് അനധികൃതമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഇവിടെ പ്രസ് ചെയ്തുന്ന മെഷീൻ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് എല്ലാം കൊണ്ട്, ഇത് സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇവിടെ ബോർഡ് കണ്ടോ നിങ്ങൾക്ക് കാണാം, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ബോർഡുണ്ട്. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ജില്ലാ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കോട്ടയം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴിലാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്നിത് പണിയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞാണ്. എന്നാലും ഇന്നലെ രാത്രിയിൽ 2 വാഹനത്തിൽ നിറച്ച് ലോഡുമായിട്ട് വന്ന് ഇവിടെ സാധനം ഇറക്കുകയും കയറ്റുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിയമം, നമ്മളോടൊക്കെ നിയമം അനുശാസിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ നിയമം ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കാരണം ഇവർക്കൊക്കെ പകലായിട്ട്, സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലേ, ഇവർക്കൊക്കെ പകൽ അന്തസ്സായിട്ട് ഇവർക്ക് സാധനം കൊണ്ട് ഇറക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത്, ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല. ഈ ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്ന് പഞ്ചായത്തിലെ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും എല്ലാം കൂടെ ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു. അന്ന് പറഞ്ഞത് ഇത് നിയമപ്രകാരം ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ, ഇതിൻ്റെ സുരക്ഷയും കാര്യങ്ങളും എല്ലാം നിയമപ്രകാരം ചെയ്തതിന് ശേഷം മാത്രം ഇത് പ്രവർത്തിക്കാവുള്ളൂ പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ടാണ് ഇന്നലെ രാത്രി കൊണ്ടുപോയി, നിങ്ങൾക്ക് കാണാം ഈ രാത്രിയിൽ ഈ ചെള്ളയ്ക്ക് അതോടെ വാഹനങ്ങൾ കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് മുഴുവൻ. നേരത്തെ അന്ന് ബഹളം ഉണ്ടാകുന്ന അന്ന് ഇതിൻ്റെ അകത്ത് സാധനം ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ആൾക്കാരെല്ലാം ഇന്നലെ വന്ന് ഇവരോട് ചോദിച്ചപ്പോൾ സാധനം ഇറക്കിയില്ല, കയറ്റിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ വീഡിയോ ഉണ്ട്, സാധനം കൊണ്ട് 2 ലോറി നിറച്ച സാധനം കൊണ്ട് ഇവിടെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട്, സർക്കാർ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്, ഇവർക്ക് നിയമപരമായിട്ട് അന്തസ്സായിട്ട് പകൽ ചെയ്യരുത്, ഈ രാത്രിക്ക് കൊണ്ട് ഈ ഇറക്കുക, ഇതന്നെ ഇത് വലിയ കൊള്ളസങ്കേതം വല്ലതാണോ? നിയമം, ഇത് ഞാൻ പറഞ്ഞു, അതുപോലെ നിയമം നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ആൾക്കാർ തന്നെ നിയമം ലംഘിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 11-ാം വാർഡിൽ കൈതേപ്പാലം മൃഗാശുപത്രിക്ക് ഓപ്പോസിറ്റായിട്ട് NSSൻ്റെ കരയോഗ ബിൽഡിങ്ങിലാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ഈ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് ഇതിൻ്റെ അകത്ത് കോട്ടയം ജില്ലയിലെ മുഴുവൻ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവിടുന്ന് അത് പ്രസ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പൊടിയുടെ പ്രശ്നം മൂലം നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടു കാണും. ഞാൻ 1-2 വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇട്ടതാണ്. അപ്പം പഞ്ചായത്തിലെ അധികാരികളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള സംഘർഷവും എല്ലാം നിങ്ങൾ കണ്ടതാണ്. അന്ന് ഈ സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഈ സ്ഥാപനം അന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അന്ന് അടച്ചിടാൻ പറഞ്ഞു, അന്ന് നിർത്തിവെച്ചതാണ്. ഇവിടെ കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിവെച്ച സ്ഥാപനം ഇതിൻ്റെ ലൈസൻസിൻ്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് തുറക്കാവുള്ളെന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ആവശ്യപ്പെട്ട അനുസരിച്ച് അങ്ങനെയുള്ളെന്നും പറഞ്ഞൊക്കെ പോയതാണ്. എന്നാൽ ഇത് രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ അകത്ത് കൊണ്ട് ഈ സാധനം സ്റ്റോക്ക് ചെയ്യുകയും ഇവിടുന്ന് രാത്രി തന്നെ സാധനം കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇതുപോലെ സാധനം കൊണ്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആൾക്കാരെല്ലാം, നാട്ടുകാരെല്ലാം ചെന്നപ്പം പറഞ്ഞു ഞങ്ങൾ സാധനം ഇറക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരോട് ചോദ്യമൊക്കെ ചെയ്തപ്പോൾ തന്നെ അവർ സമ്മതിച്ചു, സാധനം ഇറക്കിയെന്ന് സമ്മതിച്ചു. ഇതുവരെ ഇതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ ഒന്നും തീരുമാനം ആയിട്ടില്ലെന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ സിജി മാത്യുവിനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പം അവർ പറഞ്ഞ് ഞാൻ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല, ഇവിടെ കൊണ്ട് ഇറക്കിയതോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇപ്പം പുതുതായിട്ട് ക്ലീൻ കേരള കമ്പനിയുടെ ഒരു ബോർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ, ഇതുപോലെ ഇതിവിടെ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടോ എന്നുള്ള വാർഡിലെ മെമ്പറിനോട് പോലും പറയാതെ പഞ്ചായത്ത് അധികാരികൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇത് പരസ്യമായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപ്രകാരം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒളിച്ചും പാത്തും എന്തിനാണ് രാത്രി കാലങ്ങളിൽ കൊണ്ട് സാധനം ഇറക്കുകയൊക്കെ ചെയ്യുന്നത്? ഇത് നേരാൻ വഴി മാത്രം ഇത് പ്രവർത്തിച്ചാൽ മതി. ഇതിൻ്റെ ലൈസൻസ്, ഇതിൻ്റെ അന്ന് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് നിറച്ച് പ്ലാസ്റ്റിക്കാണ്. ഇതിനൊരു തീപിടുത്തം ഉണ്ടായ ഫയർ ആൻഡ് സേഫ്റ്റിയുടെയോ മറ്റ് ഒരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. അത് തന്നെയല്ല, ഇത് NSSൻ്റെ ഒരു ഓഡിറ്റോറിയമാണ്.
ഇത് ഓഡിറ്റോറിയത്തിനുള്ള ലൈസൻസാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് മറ്റുള്ള ഒരു സംരംഭത്തിന് വാടകയ്ക്ക് കൊടുക്കാനോ അതിനുള്ള കാര്യങ്ങളൊന്നും പഞ്ചായത്ത് പാലിച്ചിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ് വ്യാപാരി വ്യവസായികളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുകയും ഫൈൻ ഈടാക്കുകയും പ്ലാസ്റ്റിക്കിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെന്തുകൊണ്ട് ഇത് നിയമം പാലിച്ച് ചെയ്യുന്നില്ല? ഇത് സർക്കാർ അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പ്രോസസ്സിങ് പാടില്ലെന്ന് പറഞ്ഞു, അത് നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിർത്തിവെച്ചു. പിന്നെ എന്തിന് ഇതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇതിൻ്റെ അകത്ത് കൊണ്ട് സാധനങ്ങൾ ഇറക്കുകയും രാത്രികാലങ്ങളിൽ കൊണ്ട് ഇറക്കുകയും രാത്രി തന്നെ ഇത് കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന എന്തിന്? അത് നിയമപ്രകാരം ഇതിനുള്ള ലൈസൻസും കാര്യങ്ങളും എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് പഞ്ചായത്തിൻ്റെ പ്രതിസന്ധി നമുക്കറിയാം. കാരണം ഇത് സൂക്ഷിക്കാൻ സ്ഥലമില്ല, എല്ലായിടത്തും നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാത്തൊരു പഞ്ചായത്തിന് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രോസസ്സിങ് മാത്രമേ ഇവിടെ പറ്റുവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം ഇവരുണ്ടാക്കണം. കാരണം ഇത് മറ്റുള്ളതിൻ്റെ പൊടിപടലങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇവിടെ കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോഴത്തേനും ജനവാസ മേഖലയിൽ ഇതുപോലെ സൂക്ഷിക്കുമ്പോഴത്തേന് ജനവാസ മേഖലയിൽ ഇത്തരം സംരംഭങ്ങളൊക്കെ സ്ഥാപിക്കുമ്പം ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? അന്ന് NSSന്റെ കരയോഗ കെട്ടിട ഭാരവാഹികളെ പഞ്ചായത്ത് അധികാരികൾ വിളിച്ചു വരുത്തിയതാണ്. എന്നാൽ അവർ പറഞ്ഞ നാട്ടുകാർക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങളിത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അതുതന്നെ കൂടാതെ ഈ വാർഡിലെ മെമ്പർ അറിയാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മെമ്പറെ വിളിച്ചു ചോദിക്കും, മെമ്പർ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴത്തേന് പഞ്ചായത്തിൽ ഇതുപോലൊരു സംഭവം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സംരംഭത്തിൽ ആ വാർഡിലെ മെമ്പർ അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ തകരാറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കെട്ടിടത്തിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രം ഇത് തുറന്നാൽ മതി. Yeah.